പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ വളരെ ദുഃഖിതനാക്കിയ രണ്ട് വാർത്തകളുണ്ട്. ഒന്ന്, ഞങ്ങളുടെ കൂടിവരവിൽ ആത്മീയമായി വളരെ മുന്നോട്ട് പോകുന്ന ഒരു സഹോദരിയുടെ മുംബൈയിലുള്ള മകൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരിക്കുവാനായിട്ടിടയായി. താൻ ഒരു ഓയിൽ കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആ ഓയിൽ കമ്പനിയിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ തനിക്ക് പൊള്ളലേൽക്കുകയും 10 ദിവസത്തിലധികം ICUയിൽ കിടക്കുകയും തുടർന്ന് അദ്ദേഹം 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി. അദ്ദേഹം കേരളം സന്ദർശിച്ച സമയത്ത് അദ്ദേഹവുമായിട്ട് സംസാരിക്കുവാനും അദ്ദേഹം അടുത്ത ഡിസംബറിൽ കേരളത്തിൽ കടന്നു വന്ന് കേരളത്തിലുള്ള ഹിന്ദിക്കാരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്നെ സഹായിക്കാമെന്ന് പറയുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഉമേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വളരെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒരു നിഷ്കളങ്കന് സൗമ്യതയുള്ളവനുമായ ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. അത് എന്നെ വളരെ ദുഃഖത്തിലാഴ്ത്തുവാനായിട്ട് ഇടയായി. അതുപോലെ എന്നെ ദുഃഖത്തിലാഴ്ത്തിയ മറ്റൊരു സംഭവമാണ് KP യോഹന്നാൻ എന്ന കർത്താവിന്റെ ദാസൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട് താൻ തൻ്റെ തലയ്ക്കും തൻ്റെ നെഞ്ചിനുമൊക്കെയും വലിയ ക്ഷതം സംഭവിച്ച് താനും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി. എൻ്റെ ആത്മീയ ജീവിതത്തിൽ പല ചെറുപ്പക്കാരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് കണ്ട് വളരെ ദുഃഖമനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ, അങ്ങയുടെ ഭക്തന്മാർക്ക് ഒരു സ്വാഭാവിക മരണമല്ലേ ലഭിക്കേണ്ടത്? അപകട മരണം, അത് അവരുടെ ആ അന്ത്യം അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന് എന്താണ് നമുക്ക് പറയാൻ കഴിയുക? എന്താണ് അതിൻ്റെ ബൈബിളിൽ നിന്നുള്ള വ്യാഖ്യാനം? പലപ്പോഴും ഒരു ബൈബിൾ പഠിതാവ് എന്നർത്ഥത്തിൽ സ്വതന്ത്രമായി ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ പലപ്പോഴും പരിശ്രമിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ KP യോഹന്നാൻ എന്ന കർത്താവിന്റെ ദാസന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ അത് കേവലം ഒരു ആക്സിഡന്റ് അല്ല, അതിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്ന മാധ്യമങ്ങളുണ്ട്. അവരുടെ ധനാഗമ മാർഗങ്ങളും അവരുടെ സ്വത്തുക്കളും ഒക്കെയും ഓർത്തുകൊണ്ട് അത് ഒരു ദുരൂഹത നിറഞ്ഞ മരണമാണ് എന്ന് പറയുന്ന ചാനലുകളുണ്ട്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യം ഇരിക്കുന്നത്. ബൈബിൾ ആക്സിഡന്റിനെ കുറിച്ചും അതുപോലെ തന്നെ ബൈബിൾ കൊലപാതകത്തെക്കുറിച്ചും എന്താണ് പറയുന്നത്? ഞാൻ പഴയ നിയമ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആവർത്തന പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നാം പഠിക്കേണ്ടതായ ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു മനുഷ്യൻ കരുതിക്കൂട്ടി അല്ലാതെ കയ്യബദ്ധത്തിൽ ഒരു
അപകടത്തിന് കാരണക്കാരനാകുന്നുവെങ്കിൽ അയാളെ ഒരു കൊലപാതകനെ പോലെ കാണണ്ട എന്നുള്ളതാണ് നമുക്ക് ആ ഭാഗം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവർക്ക് താമസിക്കാൻ തക്കവണ്ണം ചില സങ്കേത നഗരങ്ങൾ തന്നെ കൃത്യമായി ആവർത്തന പുസ്തകത്തിലും സംഖ്യാപുസ്തകം 35-ാം അധ്യായത്തിന്റെ 9 മുതൽ 28 വരെയുള്ള വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ പ്രതികാരകന്റെ മുമ്പിൽപ്പെട്ട് ഇങ്ങനെ കയ്യബദ്ധത്തിലോ അറിയാതെയോ സംഭവിച്ച ഒരു അപകടത്തിൽപ്പെട്ട് ഒരു മരണത്തിന് കാരണക്കാരനാകുന്ന വ്യക്തി ഒരു കൊലപാതകൻ എന്ന രീതിയിൽ ഒരിക്കലും ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല എന്ന് ദൈവവചനം അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സിൽ ഉത്ഭവിച്ച ഒരു ചോദ്യമുണ്ട്. ഒരു വണ്ടി ഓടിച്ച് കയ്യബദ്ധത്തിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അപകടത്തിൽ പെട്ടു, ആ അപകടം വരുത്തിവെച്ച വ്യക്തിയെ ഒരു കൊലപാതകിയായിട്ട് കണക്കിലെടുക്കുവാൻ ദൈവവചനം അനുശാസിക്കുന്നില്ല എങ്കിൽ ഒരു അപകടമരണത്തിൽപ്പെട്ട് മരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയല്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അപകടമരണത്തിന് കാരണക്കാരനായ ഡ്രൈവറോ അതല്ലെങ്കിൽ അവിടെ ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് ഒരു ഉദാഹരണ സഹിതമാണ് അവിടെ പറയുന്നത്. ഒരാളൊരു മഴുവുമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ കയ്യബദ്ധത്തിൽ അറിയാതെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയി ഒരു മനുഷ്യന്റെ മരണത്തിന് കാരണമായെങ്കിൽ അയാൾ കരുതിക്കൂട്ടി ചെയ്യാത്തത് കൊണ്ട് അതൊരു ആക്സിഡന്റായി അദ്ദേഹത്തിന് ആ പാപത്ത് അതിൻ്റെതായി ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. പഴയ നിയമത്തിലെ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആവർത്തന പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യവും സംഖ്യാപുസ്തകം 35-ാം അധ്യായം അതിന്റെ 9 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലും ഒരു ദൈവഭക്തന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അപകടമരണം, ഒരു വിശ്വാസിക്ക് ഒരു അപകടമരണം സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തോ വലിയ തെറ്റുണ്ട് എന്ന് പറയുവാനോ വിധിക്കുവാനോ നമുക്ക് അർഹതയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനമായ ബൈബിളിൽ സഭാപ്രസംഗി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ 12-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം അത് അതിന്റെ 12-ാം അധ്യായമാണ് ഞാനിങ്ങനെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, സഭാപ്രസംഗി എന്ന് പറയുന്ന പുസ്തകം സങ്കീർത്തനം കഴിഞ്ഞ് സദൃശ്യവാക്യം കഴിഞ്ഞിട്ടാണ് ആ പുസ്തകം. അതിന്റെ 12-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അപ്പോൾ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്ന ദൈവത്തിന്റെ മുമ്പിൽ എല്ലാം മലർന്നതും നഗ്നവും തുറന്നതുമായി കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിധിക്കേണ്ടതായ കാര്യമില്ല. എന്നാൽ അതേ സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നാം പഠിച്ചാൽ അതിലെഴുതിയിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഒരു കാര്യത്തിന്റെ
ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. കേട്ടോ, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. അത് ഞാൻ ഈ ആവർത്തന പുസ്തകം സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗമാണ് വായിച്ചത്. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഇതിന് തുല്യമായൊരു വാക്യം എബ്രായ ലേഖനത്തിൽ കിടക്കുന്നു. എബ്രായ ലേഖനം അതിന്റെ 13-ാം അധ്യായം നമുക്കൊന്നെടുക്കാം. എബ്രായ ലേഖനം അതിന്റെ 13-ാം അധ്യായം. അതിൽ വിശുദ്ധനായ പൗലോസ് വളരെ കൃത്യതയോടുകൂടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ 13-ന്റെ 7-ാമത്തെ വാക്യമാണത്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാനിടയായി, കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന KP യോഹന്നാൻ, ആ കർത്താവിന്റെ ദാസൻ റേഡിയോയിലൂടെ പറഞ്ഞ പ്രസംഗങ്ങൾ കേട്ട് ആയിരക്കണക്കിന് പേർ കർത്താവിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ ഇടയായി. അനേക ആത്മഹത്യയുടെ വക്കിൽ നിന്നവർ പ്രത്യാശയിലേക്ക് കടന്നു വരുവാനിടയായി. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത് 1997-ലാണ്. എന്നാൽ 2001 ഞാനൊരു പാസ്റ്റർ ആകുവാനിടയായി. ഞാൻ ആദ്യം ചെയ്ത കാര്യം, സുവിശേഷ പ്രവർത്തനത്തിന് അന്നും ഇന്നും എനിക്ക് ഏറെ താല്പര്യമുണ്ട്. കർത്താവായ യേശുവിന്റെ രക്തത്തിന്റെ വില അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് സുവിശേഷത്തിന്റെ വില മനസ്സിലാകും. സുവിശേഷം പ്രസംഗിച്ച് അനേകർ മാനസാന്തരപ്പെടുമ്പോഴാണ് യേശുവിന്റെ രക്തത്തിന്റെ വില മാനവലോകത്തിന്റെ മേൽ വർദ്ധിച്ചു വരിക. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതിലെഴുതിയിരിക്കുന്നത്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുക. ഈ കർത്താവിദാസൻ KP യോഹന്നാൻ അവരുടെ ഈ ആകസ്മിക മരണം അത് അപകടമാണ്. അത് ഒരുപക്ഷെ ഒരു ദുരൂഹ മരണമായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുവാൻ തയ്യാറല്ല. പക്ഷേ എന്തായാലും ഒരു സ്വാഭാവികമായ ഒരു മരണമല്ല എന്നുള്ളത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അവിടെ പറയുന്നു, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളു. ചിലരൊക്കെ മാധ്യമങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു, KP യോഹന്നാൻ പണ്ടേ മരിച്ചുപോയി, ഇപ്പോഴുള്ളത് സഭ അധ്യക്ഷനായ തിരുമേനി യോഹാനാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പറയുന്നവരുണ്ട്. എന്നാൽ ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്തത്, തിരുവല്ലയിൽ പോയി 100-ലധികം പുസ്തകങ്ങൾ, ഞാൻ സുവിശേഷ പുസ്തകങ്ങൾ വാങ്ങിക്കുവാനിടയായി. എനിക്ക് തോന്നുന്നത് ആ പുസ്തകങ്ങളിൽ ഒരു 90% പുസ്തകങ്ങളും KP യോഹന്നാൻ എന്ന ദൈവദാസൻ എഴുതിയ പുസ്തകങ്ങളായി. അദ്ദേഹത്തിന്റെ ഓരോ പുസ്തകങ്ങളും സുവിശേഷത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായി. ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല അദ്ദേഹത്തിന്റെ 12-ൽ തോറ്റ യൂദ എന്ന് പറയുന്ന ഒരു പുസ്തകം എന്നെ വളരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അച്ചായ ഇനി കുടിക്കരുതേ എന്നുള്ള പുസ്തകം, ലഘുലേഖ, അതുപോലെ തന്നെ 12-ൽ തോറ്റ യൂദ. അങ്ങനെ വളരെ ക്രിയേറ്റീവും വളരെ ഹൃദയത്തെ സ്പർശിക്കുന്നതുമായ അനേക പുസ്തകങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാനാണ്. എന്നിട്ട് എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ പുസ്തകങ്ങളുമായി
വീട് വീടാന്തരം കയറിയിറങ്ങി സുവിശേഷം അറിയിക്കണമെന്നുള്ളതായിരുന്നു. ഏറെ നാൾ ഞാൻ ആ വിഷയവുമായി മുന്നോട്ട് കടന്നുപോയി. എന്നാൽ പിന്നത്തെ ഇതിൽ ഈ കർത്താവിന്റെ ദാസൻ ഒരു സഭയുണ്ടാക്കുകയും ലോഹ ഇടുന്നത് ഇടാതിരിക്കുന്ന ഒന്നും വിഷയമല്ല, ഒരു വസ്ത്രം എന്നുള്ള അർത്ഥത്തിലേതേ ഉള്ളൂ. എന്നാൽ താൻ വിട്ടുപോകുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ തനി പകർപ്പ് ഏറ്റെടുക്കുകയും ഒരു മതത്തിന്റെയും ഒരു സഭയുടെയും തരത്തിൽ അതിനെ അനുകൂലിക്കുന്ന തരത്തിൽ ചില ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് കൂപ്പുകുത്തുകയും വിഗ്രഹാരാധനയും തിരുസ്വരൂപ വണക്കത്തെയും വളരെ എതിർത്തിരുന്ന അദ്ദേഹം അതിലേക്ക് തന്നെ ചെന്ന് വീഴുകയും ഒത്തിരി വിവാദങ്ങളിൽ ചെന്ന് പെടുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിനെ ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അന്നു മുതൽ ഈ അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് സുവിശേഷ പ്രവർത്തനത്തിന് മേടിച്ച പുസ്തകങ്ങൾ ഞങ്ങളുടെ ലൈബ്രറിയിൽ മാത്രം ഇരിക്കുവാനിടയായി. കാരണം ഈ പുസ്തകങ്ങളുമായി സുവിശേഷം അറിയിക്കുവാൻ ഭവനങ്ങളിൽ കടന്നു പോകുമ്പോൾ അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് അഴിമതിയെക്കുറിച്ച്, എസ്റ്റേറ്റിന്റെ വിവാദങ്ങളെക്കുറിച്ച്, പല വിധത്തിലുള്ള കേസുകളെ കുറിച്ച് അത്തരം കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഈ വിവാദ പുസ്തകവുമായിട്ട്, പുസ്തകത്തിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ പുസ്തകവുമായിട്ട് അതെഴുതുന്ന ഇദ്ദേഹത്തിന്റെ പേരിൽ പോയാൽ ആൾക്കാരെ മാനസാന്തരത്തിലേക്ക് വഴി നടത്തുക വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആ മരണം, അവസാനത്തെ അദ്ദേഹത്തിന്റെ മരണം, അത് ഒരു ആക്സിഡന്റ് ആയാലും അതല്ല, ഒരു കൊലപാതകമായാലും എന്തായാലും അത് എങ്ങനെയായിരിക്കും അതിനോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. അതിന് ഉപോത്ബലകമായിട്ടാണ് ഞാൻ പ്രാരംഭമായിട്ട് ആവർത്തന പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും സംഖ്യാപുസ്തകം 35-ാം അധ്യായത്തിന്റെ 9 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലും നാം പഠിക്കുമ്പോൾ ഒരു ആക്സിഡന്റൽ ഡെത്തിനെ കുറിച്ച് അവിടെ വലിയ തെറ്റായിട്ടൊന്നും പരാമർശിക്കുന്നതായി ഞാൻ കാണുന്നില്ല. ഒരിക്കൽ ഏനമ്മാവുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഞാൻ ഒരുമിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഒരാഴ്ച മാത്രം പിടിച്ച ഒരു പനി പിടിച്ച് അദ്ദേഹം മരിക്കുവാനിടയായി. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ICUവിലായിരുന്നപ്പോൾ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ അവിടേക്ക് കടന്നു ചെന്നു. ഞാൻ കടന്നുപോയി, പ്രാർത്ഥിച്ചു, തിരിച്ചു പോന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. നല്ല ആചാരബാഹുവായ, നല്ല സുന്ദരനായ, നല്ല ഉയരമുള്ള ഒരു മനുഷ്യനായിരുന്നു എനമാവിലെ വർഗീസ്. പക്ഷേ അദ്ദേഹം മരിച്ച വാർത്ത കേട്ടപ്പോൾ എന്റെ കൈകാലുകൾ തളർന്നുപോയി. ഈ വിശ്വാസത്തിലേക്ക് വന്ന് ഈ പാരമ്പര്യത്തിനെതിരെ, ദൈവജന വിരുദ്ധതയ്ക്കെതിരെ ശക്തമായി പോരാടിയ കത്തോലിക്ക സഭയിൽ നിന്ന് ഇറങ്ങി വന്ന ഈ വർഗീസിന്റെ മരണം എന്നെ അക്ഷരാർത്ഥത്തിൽ എന്നെ നിശ്ചലനാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഫ്യൂണറലിന് പോവാതെ ഞാൻ എൻ്റെ വീട്ടിലെ ബെഡില് തലയിണയിൽ മുഖമമർത്തി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ ജോയ്സ് എൻ്റെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിച്ചു. എന്നോട് യെശയ്യാ പുസ്തകം 57-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കാനിടയായി. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പുസ്തകം 57-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല, ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു. നീതിമാൻ അനർത്ഥത്തിനു മുമ്പേ കഴിഞ്ഞു പോകുന്നു
എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയുന്നത്. എന്റെ കയ്യിലുള്ള ബൈബിൾ ട്രാൻസ്ലേഷൻ എങ്ങനെയാ? ദ റൈച്ചസ് മാൻ പെരിഷസ് ആൻഡ് നോ മാൻ ടേക്സ് ഇറ്റ് ടു ഹാർട്ട് ആൻഡ് ഡിവോട്ട് മെൻ ആർ ടേക്കൺ അവേ while no one understands, for the righteous man is taken away from evil. മറ്റൊരു ട്രാൻസ്ലേഷൻ, good people pass away, the godly righteous perish and often die before their time എന്ന് NLT-യിലൊക്കെ പറയുന്നുണ്ട്. ഞാനിത് വായിച്ചു കേട്ടപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഒരു അനർത്ഥം വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഭക്തന്മാരെ ദൈവം വിളിക്കും. അതുകൊണ്ട് ഓർത്ത് കരയേണ്ട, നിങ്ങൾ ആ ഫ്യൂണറൽ സർവീസിന് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫ്യൂണറൽ സർവീസിലേക്ക് ഞാൻ പോകുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം എപ്പോഴാണ് ഒരു വ്യക്തിയെ വിളിക്കുക, ദൈവത്തിന്റെ സർവാധിപത്യത്തിന്റെ ആ സോവറിൻ പവറിന്റെ മുന്നിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ യാതൊരു അവകാശവുമില്ല. എന്നാൽ ചില ആക്സിഡന്റുകൾ, ചില കഠിനമായ രോഗത്താലുള്ള മരണങ്ങളൊക്കെയും ദൈവഭക്തന്മാരുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധനായ പൗലോസ് താൻ ജെറുസലമിലേക്ക് പോകുന്നു, ഇനി നിങ്ങളുടെ മുഖം ഞാൻ കാണുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് താൻ ഒരു വലിയ പ്രസംഗം നടത്തി. ഞങ്ങൾക്കറിയാം ആ പ്രസംഗത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂത്തിക്കോസ് എന്ന് പറയുന്ന, അപ്പൊ ഈ പൗലോസിന് പറയാനുള്ള പറഞ്ഞ് പ്രസംഗങ്ങൾ നീട്ടിപ്പിടിച്ചു. പാതിരാത്രികൾ കഴിഞ്ഞു. യൂത്തിക്കോസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, താൻ ഈ കിളിവാതിലിന്റെ അവിടെ ഇരിക്കുകയും അവിടെ നിന്ന് താഴേക്ക് വീണ് താൻ മരിച്ചു. എന്നാൽ വിശുദ്ധനായ പൗലോസ് മരിച്ചവനായിരിക്കുന്ന യൂത്തിക്കോസിനെ എന്ത് ചെയ്തു? തന്നെ ഉയർപ്പിക്കാനായിട്ടിടയായി. പുതിയ നിയമത്തില് ഉള്ള ഒരു ഉയർപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവിടെയാണ്. എന്നാൽ ബഥാനിയ ഗ്രാമത്തിൽ കർത്താവിന്റെ പ്രിയപ്പെട്ട ലാസറിന്റെ ഭവനത്തിൽ കഠിനമായ രോഗം ബാധിച്ചു മരിച്ച് 4-ാം ദിവസം കർത്താവ് ബഥാനിയ ഗ്രാമത്തിൽ പോയി മരിച്ചവനെ ഉയർപ്പിച്ചു. ഈ 2 സ്ഥലത്തും വിടുതൽ ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, ഒരു ആക്സിഡന്റ്, ബൈബിൾ ഒരു ആക്സിഡന്റിനെ കുറിച്ചും ഒരു കൊലപാതകത്തെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. കാരണം സംഖ്യാപുസ്തകം 35-ാം അധ്യായം നാം വായിക്കുമ്പോൾ, അല്ലെ ആവർത്തന പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ, ഈ കയ്യബദ്ധത്തിൽ സംഭവിച്ച കരുതിക്കൂട്ടിയല്ലാത്ത അപകടങ്ങളെക്കുറിച്ചും കരുതിക്കൂട്ടിയുള്ള മരണങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട്. ആർക്കാണത് ലഭിക്കുക എന്നൊക്കെ. എന്നാൽ കർത്താവായ യേശു ഇതിനെ സംബന്ധിച്ച് എന്തു പറഞ്ഞു എന്നുള്ളത് ചിന്തനീയമായ ഒരു വസ്തുത. അവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുക. 2 ഇൻസിഡന്റിനെ കുറിച്ച് കർത്താവോട് പറയുന്നുണ്ട്. ഒന്ന് ഒരു ആക്സിഡന്റിനെ കുറിച്ച്, മറ്റൊന്ന് ഒരു കൊലപാതകത്തെ കുറിച്ച്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. എന്നാൽ കർത്താവായ യേശു എന്താണ് പുതിയ നിയമത്തിൽ ആക്സിഡന്റിനെ കുറിച്ചും അതുപോലെ തന്നെ കൊലപാതകത്തെ കുറിച്ചും പറഞ്ഞ ഒരു സന്ദർഭം നാം ഒന്ന് വായിച്ചിരിക്കേണ്ടത് വളരെ നല്ലതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിങ്ങനെയാണ്, അതിന് റിപ്പന്റ് ഓർ പെരിഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പിലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കിയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുവോ? എന്നിട്ട് കർത്താവ് പറയണം, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ കർത്താവിന്റെ അടുത്ത് ഒരു ഇൻഫർമേഷൻ കിട്ടുക, പീലാത്തോസ് ചിലരെ കൊന്ന വിവരം. അതിന്റെ മറ്റൊരു പ്രയോഗമാണ് കഥ കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെയാണ്. അവിടെ എഴുതിയിരിക്കുന്ന യാഗങ്ങൾ, അവരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തി എന്ന് പറഞ്ഞത്, അവരുടെ പണിക്കൂട്ട് കഴിച്ചു, അവരെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞതിന് തുല്യം.
അവിടെ കർത്താവ് പറയാണ്, മാനസാന്തരപ്പെടാത്ത ജീവിതത്തിന്റെ മേൽ ചില ശിക്ഷാവിധിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി അത് മാത്രമല്ല, തൊട്ടു പിന്നാലെ അത് കൃത്യമായൊരു കൊലപാതകത്തെ കുറിച്ചാണ് പറയുന്നത്, മർഡർ തന്നെയാണ് പറയുന്നത്. എന്നാൽ കർത്താവ് അടുത്ത കാര്യം പറയാ, അല്ല ശിലോഹോമിലെ ഗോപുരം വീണ് മരിച്ചു പോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? ഇവിടെ കർത്താവ് പറയുന്നത് ഒരു കൊലപാതകത്തെ കുറിച്ചല്ല. ഇവിടെ കർത്താവ് പറയുന്നത് ഒരു ആക്സിഡന്റിനെ കുറിച്ചാണ്. കാരണം ശീലോഹാമിൽ ഒരു ഗോപുരം വീണ് 18 പേരെ മരിച്ചു. കർത്താവ് പറയുകയാണ്, അവര് കുറ്റക്കാരായിരുന്നുകൊണ്ടാണോ, നിങ്ങളെക്കാൾ കുറ്റക്കാരായിരുന്നുകൊണ്ടോ, നിങ്ങളെക്കാൾ കൂടുതൽ പാപം ചെയ്തവരായിരുന്നുകൊണ്ടാണോ ആ ഹിസ്റ്ററി കാരനാണോ? അവിടെ പറയാണ്, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ കർത്താവായ യേശു പറഞ്ഞ ആക്സിഡന്റിനെ കുറിച്ചും മർഡറിനെ കുറിച്ചും പറയുമ്പോഴും കർത്താവ് ഇങ്ങനെ വരാനുള്ളൊരു ചാൻസ് പറയുന്നുണ്ട്. അതായത് മാനസാന്തരപ്പെടാഞ്ഞാൽ ഐദർ ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു കൊലപാതകമോ ഒക്കെ ജീവിതാന്ത്യത്തിൽ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് തന്നെ കർത്താവ് പറഞ്ഞു. മാനസാന്തരപ്പെട്ടില്ല. പിന്നെ കർത്താവായി യേശു മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 14 മുതൽ 15 വരെ നമുക്കൊന്ന് എടുക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 14 മുതൽ താഴോട്ടുള്ള വാക്യം, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ച സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഇവിടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ച കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് നിങ്ങൾ എന്നോട് പാപക്ഷമ ചോദിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ മറ്റു പലരോടും പാപക്ഷമ കൊടുക്കാൻ തയ്യാറാകാതെ നിന്നാൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ കിടക്കും. പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ മാനസാന്തരമില്ലാത്ത അവസ്ഥയിൽ കിടക്കുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. മാനസാന്തരമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അപകടകരമായ ഒരു അവസ്ഥയാണ്. ഒരു അപകട മരണത്തിനോ ഒരു കൊലപാതകത്തിനോ ഒക്കെ ഈക്വൽ ചാൻസസ് ഉണ്ട്. എന്നാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയെ മാതൃകയാക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് ഒരാളുടെ ആരംഭ നിമിത്തമല്ല. ആരംഭത്തിൽ ഞാൻ ഇന്നത് ചെയ്തു, ഒത്തിരി വൈബ്രന്റ് ആയിരുന്നു, ഒത്തിരി സുവിശേഷ പ്രവർത്തനം ചെയ്തു, ഒത്തിരി പേര് ഫണ്ടിങ് ചെയ്തു, ഒത്തിരി പേർക്ക് സപ്പോർട്ട് ചെയ്തു എന്നൊന്നും വിചാരിച്ച് നമുക്ക് ഒത്തിരി നല്ല വാക്കുകൾ പറഞ്ഞ് എനിക്കറിയാം TV ചാനലുകളിലൊക്കെ, ഇന്നത്തെ പ്രമുഖമായ പല TV ചാനലുകളിലും ഈ ദൈവവചന വിരുദ്ധരായിരിക്കുന്ന ദൈവകൽപ്പനയായ സ്നാനത്തെയും അതുപോലെ തിരുസ്വരൂപ വണക്കങ്ങളെയും വിഗ്രഹാരാധനയും ഒക്കെ കണ്ണടച്ചു കോംപ്രമൈസും ചെയ്ത് ചില ആൾക്കാരൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ചാനലുകളിലൊക്കെ എന്തെല്ലാം പ്രോഗ്രാമുകളാണ്. ഇവരെല്ലാവരും കൂടി സ്വർഗത്തിലേക്ക് അങ്ങോട്ട് തള്ളി തള്ളി കയറ്റിക്കൊണ്ടുപോകുന്നതായിരിക്കും. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആദ്യകാലത്ത് ഇവർ ചെയ്ത കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇവരുടെ അവസാന കാലത്തെ നോക്കി അനുകരിക്കാൻ നിന്നാൽ നമ്മളുടെ സ്ഥാനം എവിടെയാണെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന വസ്തുത. ഞാൻ KP യോഹന്നാൻ അവർകളെയോ ഞാൻ മരിച്ചുപോയി ചെറുപ്പക്കാരെയോ ഒന്നും ഞാൻ ഒരിക്കലും വിധിക്കാൻ തയ്യാറല്ല. എന്നാൽ ദൈവവചനമായിരിക്കുന്ന ബൈബിളിൽ സർവാധിപതിയായ ഒരു ദൈവമുണ്ട്. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന റോമലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ അതേ സമയം തന്നെ പഴയ നിയമത്തിൽ ഒരാളുടെ ആരംഭം നോക്കിയാൽ അവസാനം നോക്കി അനുകരിക്കാനും, എബ്രായ ലേഖനത്തിൽ ഒരുവന്റെ ജീവാരംഭം നോക്കിയല്ല അവന്റെ ജീവാവസാനം നോക്കിയാണ് വിശ്വാസത്തിൽ അനുകരിക്കേണ്ടതെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് മരിച്ച വ്യക്തിയെക്കുറിച്ച് എല്ലാം നല്ലത് പറഞ്ഞ്
വെള്ള പെയിന്റ് അടിച്ച് വിശുദ്ധരാക്കാൻ ഇവിടെയുള്ള ആരെയും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. സംശയമുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക, അത്രേ ഉള്ളൂ കാര്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഒരു അപകട മരണം സംഭവിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ ഒരാളുടെ കയ്യബദ്ധം കൊണ്ട്, ഒരു ഡ്രൈവിംഗിൽ ഉള്ള അപകടം കൊണ്ട് ഒരു അപകട മരണം സംഭവിക്കാം. അതുകൊണ്ട് ആ വ്യക്തി പാപിയാണെന്ന് പറയാനൊന്നും സാധ്യതയില്ല. എങ്കിലും ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയും. ഒരു മനുഷ്യന്റെ ജീവാവസാനം, വിശ്വാസത്തിലുള്ള അവസ്ഥ, ആ ദൈവകൃപ, അതൊക്കെ നോക്കി നമുക്ക് ചിലരെ അനുകരിക്കാൻ സാധിക്കും. ചിലരോട് ഞാനിങ്ങനെ ചില അപകടമരണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, രക്തസാക്ഷിയായിട്ട് അല്ലേ സ്തെഫാനോസ് മരിച്ചത്, കർത്താവിന്റെ അപ്പസ്തലന്മാർ മരിച്ചത്? അതെ. എന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി, യേശുവിൻ്റെ ഉള്ള വിശ്വാസത്തെ പ്രതി പലരും പല കൊല ചെയ്തിട്ടുണ്ട്. ആ കൊലപാതകമൊന്നും തീർച്ചയായും അത് സ്വർഗസന്നിധിയിൽ സ്വീകാര്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ആക്സിഡന്റൽ ഡെത്തിനെയോ അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിത്വ മരണത്തെയോ ഒന്നും വില കുറച്ച് കാണാനായിട്ട് കഴിയില്ല. അവർ പാപികളാണെന്ന് മുദ്ര കുത്താനും കഴിയുകയില്ല. പക്ഷേ പഴയ നിയമത്തിലെ പഴയ നിയമത്തിലെ സഭാപ്രസംഗിയുടെ പുസ്തകത്തിലും പുതിയ നിയമത്തിലെ എബ്രായ ലേഖനത്തിലും പറയുന്നത് പോലെ ജീവാവസാനം കണ്ട് വിശ്വാസം അവരുടെ എങ്ങനെയുണ്ടെന്ന് നോക്കി അനുകരിക്കുകയായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ചിലരെ വലിയ ആപത്തനർത്ഥങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന് വേണമെങ്കിൽ വിളിക്കാൻ കഴിയും. മാത്രമല്ല, ക്ഷമിക്കാത്ത മനസ്സുള്ളവർക്ക് മാനസാന്തരമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുവാനും അതുവഴി ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. കാരണം അനേക ദൈവഭക്തന്മാരായിരുന്നു പേര് കേട്ടവര് പലരും ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ട്, പലരുടെയും മക്കളെ ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ദൈവവചനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ ആക്സിഡന്റിനെ കുറിച്ച് പറയുന്ന മനോഭാവങ്ങളിൽ, ആക്സിഡന്റ് വരുത്തിയവര് അത് മനഃപൂർവ്വമല്ലാതെയാണ് വരുത്തിയതെങ്കിൽ അവർ ശിക്ഷക്കാരല്ല എന്ന് പറയുമ്പോൾ അപകട മരണത്തിൽ മരിച്ചവരും ശിക്ഷക്കാരല്ല, പാപികളല്ല എന്ന് നമുക്ക് പറയാമല്ലോ. എന്നാൽ അതേസമയം പുതിയ നിയമത്തിൽ ഒരു റിസ്കിനെ കുറിച്ച് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാണ് നാം വായിച്ചതായിരിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് അതിന്റെ 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ മാനസാന്തരപ്പെടാഞ്ഞാൽ ആക്സിഡന്റിനുള്ള ചാൻസും ഉണ്ട്, അപകടമരണത്തിനുള്ള ഈ കൊലപാതകത്തിനുള്ള ചാൻസും ഉണ്ട്. അത് മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്ത് അങ്ങയുടെ ഹിതപ്രകാരം ദൈവത്തിന് പ്രസാദകരമായി ജീവിതം നയിച്ച് അന്ത്യത്തോളം കർത്താവിന് വേണ്ടി നിൽപ്പാൻ, കർത്താവിന്റെ വഴി നിൽപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണം. നിൽക്കുന്നവൻ വീഴാതെ നോക്കട്ടെ എന്ന ദൈവത്തിന്റെ വചനപ്രകാരം ഈ ക്രിസ്തീയ ജീവിതം വളരെ ഭയത്തോടും വിറയലോടും കൂടെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.